ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് മഹാഭാഗവതത്തിലെ ദ്രൗപദിക്ക് ഭഗവാൻ വസ്ത്രം ദാനം ചെയ്യുന്ന, അതായത് ദ്രൗപദിയുടെ മാനം ഭഗവാൻ ശ്രീകൃഷ്ണൻ രക്ഷിക്കുന്ന ആ ഭാഗമാണ്. അതിനുശേഷം പാണ്ഡവർ വനവാസത്തിന് പോകുന്നു. ആ കഥയെല്ലാം വളരെ വിശദമായി തന്നെ നമ്മൾ പറഞ്ഞു. കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാഗം ഒന്നുകൂടി കേൾക്കണം, നമ്മുടെ ചാനലിലുണ്ട്. കേട്ടവർ വീണ്ടും വീണ്ടും കേൾക്കണം. അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറയുന്നത്, ആരുമില്ലാത്തവർക്ക് ഈശ്വരൻ തുണ. അതായത് ചില സമയങ്ങളിൽ നമ്മൾ ആരൊക്കെ ഉണ്ടായാലും ഒറ്റപ്പെടുന്നു എന്ന ഒരു തോന്നലുണ്ടാകും. ഇവിടെ ദ്രൗപദിക്ക് വീരന്മാരായ 5 ഭർത്താക്കന്മാരുണ്ട്. എന്നിട്ടും ഒരവസരത്തിൽ ദ്രൗപദി ഒറ്റപ്പെട്ടു. ആ സമയത്ത് ദ്രൗപദിയെ സഹായിക്കാനായി വന്നത് കൃഷ്ണനാണ്. അതുപോലെ നമുക്കെല്ലാവർക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അവിടെ ഭഗവാൻ നമ്മളെ രക്ഷിക്കുമെന്ന തോന്നൽ ഈ കഥ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകും. ഭഗവാനെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാനുള്ള ഒരു ത്വര അത് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ വലിയ അർത്ഥങ്ങൾ ഉണ്ടാവുകയും ഭഗവാനെ അകമഴിഞ്ഞ് സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അതിനുശേഷം ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം പാണ്ഡവരുടെ വനവാസം, അങ്ങനെ വനവാസവും 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വന്നിട്ട് തങ്ങൾക്ക് അവകാശപ്പെട്ട രാജ്യം തിരിച്ചു തരാൻ ആരോട് ആവശ്യപ്പെടുന്നു? ദുര്യോധനനോട് ആവശ്യപ്പെടുന്നു. പക്ഷേ ദുര്യോധനൻ കേൾക്കുന്നില്ല. അതിനുവേണ്ടി ഈ ഒരു ആവശ്യം പറയാനായിട്ട് ദൂതുമായി ചെന്നത് ആരാണ്? ഹസ്തിനപുരിയിലേക്ക് കൃഷ്ണനാണ്. കൃഷ്ണൻ രാജ്യം തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. ദുര്യോധനൻ പറ്റില്ല എന്ന് പറയുന്നു. 5 ഗ്രാമങ്ങൾ ആവശ്യപ്പെടുന്നു, പറ്റില്ല എന്ന് പറയുന്നു. 1 ഗ്രാമം കൊടുക്കാൻ പറയുന്നു, പറ്റില്ല എന്ന് പറയുന്നു. 5 വീടുകൾ ആവശ്യപ്പെടുന്നു, പറ്റില്ല എന്ന് പറയുന്നു. 1 വീട് ആവശ്യപ്പെടുന്നു, അതും കൊടുക്കില്ല. സൂചി കുത്താനിടം കൊടുക്കില്ല എന്ന് ദുര്യോധനൻ പറയുന്നു. അതുമാത്രമല്ല, ദൂതനായി ചെന്ന കൃഷ്ണനെ ഒരു സമയം പിടിച്ചു കെട്ടാൻ പോലും ദുര്യോധനൻ ശ്രമിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ ദൂത് അവിടെ പരാജയപ്പെടുകയാണ്. കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധം അത് നടക്കും എന്ന സ്ഥിതിയാകുന്നു. പാണ്ഡവരും കൗരവരും തനിക്ക് വളരെയധികം വേണ്ടപ്പെട്ടവരാണ്. അവർ തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ താൻ ഒരു പക്ഷത്തും പങ്കെടുക്കില്ല എന്ന നിലയിൽ ബലരാമൻ എന്തു ചെയ്യുന്നു? യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തീർത്ഥാടനം എന്ന് പറഞ്ഞ് പുറപ്പെടുന്നു. കാരണം ബലരാമനെ സംബന്ധിച്ചിടത്തോളം പാണ്ഡവരും കൗരവരും ബലരാമന് ഒരുപോലെയാണ്. ദുര്യോധനൻ പ്രിയപ്പെട്ട ശിഷ്യനാണ്. അതുകൊണ്ട് തന്നെ ആരുടെ പക്ഷത്തും താനില്ല എന്ന നിലപാടാണ് ബലരാമന്. അങ്ങനെ ബലരാമൻ തീർത്ഥാടനത്തിന് പുറപ്പെടുന്നു. പല പല പുണ്യ ദേവാലയങ്ങൾ സന്ദർശിക്കുന്നു. പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുന്നു. ഒടുവിൽ അദ്ദേഹം എവിടെ എത്തിച്ചേരുന്നു? മഹർഷികളുടെ തപോസങ്കേതമായ നൈമിഷാരണ്യത്തിൽ എത്തിച്ചേരുന്നു. ഗംഗയുടെ ഒരു പോഷക നദിയായ ഗോമതിയുടെ തീരത്തിലാണ് നൈമിഷാരണ്യം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ബലരാമൻ അവിടെ എത്തിച്ചേരുന്നു. അദ്ദേഹത്തെ കണ്ട് മഹർഷിമാർ ആദരപൂർവം എഴുന്നേറ്റ് വന്നിച്ച് അദ്ദേഹത്തെ പൂജ്യമായ ഒരു ആസനത്തിൽ ഇരുത്തുന്നു. ആ സമയം ഋഷികളുടെ നടുവിൽ ഒരു ഉന്നതമായ വീരാസനത്തിൽ ഒരാള് ഗൗരവഭാവത്തിൽ ഇരിക്കുന്നതായിട്ട് ആര് കാണുന്നു? ബലരാമൻ കാണുന്നു. ആരാണത്? അതാണ് സൂത പൗരാണികൻ. തന്നെ കണ്ടിട്ട് യാതൊരു ബഹുമാനവും പ്രകടിപ്പിക്കാതെ ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ ഉറച്ച് വലിയ ഗൗരവത്തോടു കൂടി സൂതൻ ഇരിക്കുന്നത് കണ്ടിട്ട് ബലരാമന് കോപം തോന്നുകയാണ്. അദ്ദേഹം വിചാരിക്കുകയാണ്,
ദിവ്യന്മാരായ ഈ മഹർഷി പുങ്കവന്മാരെല്ലാം എന്നെ കണ്ടിട്ട് ഭക്തിപൂർവം ബഹുമാനിക്കുന്നു. നിന്ദ്യനായ ഈ സൂതൻ യാതൊരു ആദരവും കാണിക്കാതെ വീരാസനത്തിൽ ഇരിക്കുകയും ചെയ്യുന്നു. ഇവൻ ഏറ്റവും വലിയ ധിക്കാരിയാണ്. ഈ മഹർഷികൾ ഈ അധമനെ ഈ വിധം പൂജിക്കുന്നത് അത്ഭുതം തന്നെ. വിനയവും ധർമ്മവും അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഇവൻ നമ്മെ ബഹുമാനിക്കാതിരിക്കുന്നത്. ഈ മഹർഷികൾക്കും അതിൽ യാതൊരു പരിഭവവും ഇല്ല. എല്ലാവരും വന്ദിക്കുന്ന എന്നെ നിസാരനായ ഈ സൂതൻ അപമാനിച്ചു എന്ന് വന്നാൽ അത് എനിക്ക് ആക്ഷേപം തന്നെയാണ്. ഇവൻ ദുഷ്ടനാണ്, ഇവൻ അഹങ്കാരിയാണ്. ദുഷ്ടന്മാരെ വധിക്കുക എന്നുള്ളതാണ് എൻ്റെയും അവതാരത്തിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ഇവൻ വധിക്കപ്പെടേണ്ടവൻ തന്നെയാണ്. ഇങ്ങനെ ചിന്തിക്കുകയാണ് ബലരാമൻ. എന്നിട്ട് ഒരു കുശപ്പുല്ല് പറിച്ചെടുക്കുന്നു അദ്ദേഹം. എന്നിട്ട് അതിൽ ദിവ്യാസ്ത്രമന്ത്രം മന്ത്രിക്കുകയും അതിൻ്റെ അഗ്രത്താൽ ശ്രേഷ്ഠനായ ഈ സൂതപൗരാണികനെ നിഗ്രഹിക്കുകയും ചെയ്യുന്നു. ശാന്തം പാപം, വിജ്ഞാനത്തിൻ്റെ മകുടം തകർത്തു. ഇങ്ങനെ മഹർഷിമാർ ഇത് കണ്ടതും നിലവിളിക്കുവാൻ തുടങ്ങി. ലോകവന്ദ്യനും സകല ജനസമ്പൂജ്യനും വിജ്ഞാനനിധിയുമായ സൂതപൗരാണികനെയാണ് അങ്ങ് വധിച്ചത്. സമസ്ത വേദങ്ങളും വേദാന്തങ്ങളും ഉപനിഷത് സാരങ്ങളും ഹൃദിസ്ഥമാക്കിയിട്ടുള്ളവനും വേദവ്യാസ ശിഷ്യരിൽ പ്രമുഖനും വ്യാസപ്രോക്തങ്ങളായ മഹാപുരാണങ്ങളെ മഹർഷികളായ ഞങ്ങൾക്ക് ഉപദേശിച്ചു തരുന്നവനും ദിവ്യനുമായ ഈ പുണ്യാത്മാവിനെ വധിച്ചത് സാഹസമായിപ്പോയി. വെറും ഒരു കാടനെ പോലെ അങ്ങ് പെരുമാറി. കഷ്ടം കഷ്ടം. അവതാര പുരുഷനായ അങ്ങേക്ക് ഈ മഹാത്മാവിൻ്റെ പുണ്യം അറിയാൻ കഴിഞ്ഞില്ലല്ലോ. അത്ഭുതം. ലോകരക്ഷകനായ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ജ്യേഷ്ഠനാണ് അങ്ങ്. അതുകൊണ്ട് അങ്ങയെ ഞങ്ങൾ ശപിക്കുന്നില്ല. ബ്രഹ്മാസനം നൽകി ഞങ്ങൾ അദ്ദേഹത്തെ പൂജിക്കുന്ന സമയത്താണ് അങ്ങ് കയറി വന്നത്. അതുകൊണ്ടാണ് അങ്ങയെ കണ്ട് അദ്ദേഹം എഴുന്നേക്കാതിരുന്നത്. ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ സൽക്കഥാമൃതം പകർന്നു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ തുടങ്ങുന്ന സമയത്താണ് അങ്ങ് കയറി വന്നത്. അങ്ങയുടെ സ്ഥാനത്ത് അനുജനായ ശ്രീകൃഷ്ണ ഭഗവാനാണ് ഇവിടെ വന്നിരുന്നത് എങ്കിൽ ഈ ധന്യാത്മാവിൻ്റെ മുമ്പിൽ അദ്ദേഹം സാഷ്ടാംഗം പ്രണമിക്കുമായിരുന്നു. ഇങ്ങനെ മഹർഷിമാർ ബലരാമനോട് പറയുന്നു. അപ്പോഴാണ് തൻ്റെ തെറ്റ് ബലരാമന് ബോധ്യപ്പെടുന്നത്. അദ്ദേഹം പശ്ചാത്തപിക്കുന്നു. മഹർഷിമാരെ, നിങ്ങൾ എനിക്ക് മാപ്പ് നൽകണം. എൻ്റെ അപരാധം ക്ഷമിക്കണം. ഞാൻ എന്തു ചെയ്യണം? നിങ്ങൾ പറയൂ, ഞാൻ അതുപോലെ ചെയ്യാം എന്ന് ബലരാമൻ ഈ മഹർഷിമാരോട് വിനയപുരസ്സരം അപേക്ഷിക്കുന്നു. മഹാത്മൻ, ഇദ്ദേഹം ഞങ്ങൾക്ക് ഹരികഥ ഉപദേശിക്കുവാൻ സന്നദ്ധനായി വന്നവനാണ്. ആ കഥയ്ക്ക് വിഘ്നം വരാതെ അത് കേട്ടാൽ കൊള്ളാം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അങ്ങ് വധിച്ച സൂതനെ അങ്ങ് ജീവിപ്പിക്കണം എന്ന് പറയുന്നു. സൂതൻ്റെ ശരീരത്തിൽ നിന്നും പുത്രഭാവത്തിൽ ഒരു നവസൂതനെ ബലരാമൻ ദിവ്യശക്തിയാൽ ഉത്ഭവിപ്പിക്കുകയും ഉഗ്രസ്രവസ് എന്ന പേര് അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. ഇദ്ദേഹം പുരാണ കഥകൾ പറഞ്ഞ് നിങ്ങളെ എന്നും ആനന്ദിപ്പിക്കുമെന്നും ഏതു കഥയും ഒരു തവണ കേട്ടാൽ പിന്നെ ഒരിക്കലും മറക്കാത്ത ഓർമ്മശക്തിയും ശ്രവണശക്തിയുമുള്ള ആളായിരിക്കും ഇദ്ദേഹം എന്നും, അതുകൊണ്ട് ഉഗ്രസ്രവസ് എന്നുള്ള പേര് ഞാൻ ഇദ്ദേഹത്തിന് നൽകുന്നു എന്നും ബലരാമൻ പറയുന്നു. എല്ലാ പുരാണ കഥകളും വേദവേദാന്തങ്ങളും
ഉപനിഷത്തുകളുടെ അർത്ഥങ്ങളും ഇദ്ദേഹത്തിന് ഹൃദിസ്ഥമായിരിക്കും. ഇദ്ദേഹവും സൂത പൗരാണികനായി തന്നെ ഗണിക്കപ്പെടും. ആദ്യത്തെ സൂതനും ഇദ്ദേഹവും രണ്ടല്ല ഒന്നു തന്നെയാണ് എന്ന് ബലരാമൻ പറയുകയും ചെയ്തു. ഈ വിധം അനുഗ്രഹങ്ങളെല്ലാം നൽകി ബലരാമൻ അവിടെ നിന്നും യാത്രയാവുകയും ചെയ്തു. ഇങ്ങനെയൊരു ഭാഗം കൂടി ഭാഗവതത്തിലുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇങ്ങനെയൊരു ഭാഗം അറിയാമായിരുന്നു? ഇവിടെ മഹാഭാരത യുദ്ധത്തിൽ ബലരാമൻ ഒരിക്കൽ പോലും പങ്കെടുത്തിരുന്നില്ല. പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ ദുര്യോധനനെ കാണാൻ അദ്ദേഹം എത്തിയിരുന്നു എന്നും പറയുന്നു. അതായത് എപ്പോഴാണ്? അതായത് യുദ്ധമെല്ലാം കഴിഞ്ഞ് ഭീമനുമായുള്ള യുദ്ധത്തിന് ശേഷം ദുര്യോധനൻ തുട പൊട്ടി മരണം കാത്തുകിടക്കുന്ന അവസരത്തിൽ ബലരാമൻ അവിടെ എത്തിയെന്നും ഭീമൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറയുകയും ചെയ്തു എന്നും മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. ഇതും ഭഗവാന്റെ മറ്റൊരു ലീല തന്നെയാണ്, മായാലീലയാണ്. കാരണം ബലരാമൻ ഒരു പക്ഷേ കൗരവരുടെ പക്ഷത്തു ചേർന്നാൽ, അതായത് ദുര്യോധനൻ ചെന്ന് പറയുകയാണ് ഗുരുവിനോട് എൻ്റെ ഭാഗത്തേക്ക് വരണമെന്ന് പറഞ്ഞാൽ, ശിഷ്യനോടുള്ള സ്നേഹം കൊണ്ട് ബലരാമൻ ഒരു പക്ഷേ കൗരവ പക്ഷത്ത് ചേരാം. അത് അപകടമാണ് എന്ന് കൃഷ്ണൻ അറിയാം. അതുകൊണ്ട് കൃഷ്ണൻ തന്നെയാണ് ബലരാമനെ ഈ വിധത്തിലുള്ള തീർത്ഥാടനത്തിന് പ്രേരിപ്പിച്ചത്. ഭഗവാന്റെ ലീലകൾ തന്നെയാണ് ഇതെല്ലാം. കാരണം ഭഗവാൻ അവതരിച്ചതു തന്നെ ദുഷ്ടന്മാരെ വധിച്ച് ഭൂമിദേവിയുടെ ഭാരം തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെയൊരു ഭാഗം ഭാഗവതത്തിലുണ്ട്, മഹാഭാരതത്തിലുമുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ കഥ അറിയാമായിരുന്നു? എന്തുതന്നെയായാലും നാരായണ നാരായണ എന്ന് ജപിച്ചു കൊള്ളുക, ഭഗവാനെ സ്നേഹിച്ചു കൊള്ളുക. നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ നാരായണ നാരായണ എന്ന് എഴുതുക. ഭഗവാനെ സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ. ഭഗവാന്റെ സ്വർഗാരോഹണത്തിനുള്ള സമയം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും മാധവത്തിൻ്റെ കൂടെ ഇരുന്ന് ഭഗവാന്റെ ജീവിതത്തിലൂടെ സഞ്ചരിക്കണം. അങ്ങനെ സഞ്ചരിക്കുവാൻ സാധിക്കുന്നത് മഹാഭാഗ്യമെന്ന് കരുതിക്കൊള്ളുക. ഹരേ കൃഷ്ണ.